മുണ്ടക്കൈ ചൂരൽമല ഉരുൾ ദുരന്തത്തിലെ അതിജീവിതർക്ക് നഷ്ടമായത് സ്വന്തമെന്ന് കരുതിയ ഗ്രാമം മാത്രമല്ല, ഭൂപടത്തിൽ നിന്ന് മാഞ്ഞുപോയത് അവരുടെ മേൽവിലാസം കൂടിയാണ്. എല്ലാം തകർന്ന് ജീവിതത്തിൽ ആശയറ്റി നിന്ന 19-കാരൻ അഭിജിത്തിന് പുതിയ വഴി തുറന്നെങ്കിലും മേൽവിലാസമില്ലാത്തത് തിരിച്ചടിയായി. 19-കാരൻ അഭിജിത്ത് ഏറെ പ്രതീക്ഷയോടെയാണ് ദുരന്തത്തിന് ശേഷം ഒരു ഓട്ടോറിക്ഷ വാങ്ങിയത്. ആ വാഹനം പക്ഷേ നിരത്തിലിറക്കാൻ അഭിജിത്തിന് ഇതുവരെ സാധിച്ചിട്ടില്ല. പഠനത്തോടൊപ്പം കുടുംബം പുലർത്താനുള്ള ഒരു മാർഗം, അതായിരുന്നു അഭിജിത്ത് കണ്ട സ്വപ്നം. ഓഫീസുകൾ നിരവധി തവണ കയറിയിട്ടും പെർമിറ്റ് ലഭിക്കാത്തതിനാൽ ഇന്നും വാഹനം ഓൺ ചെയ്തങ്ങനെ പരിപാലിക്കും. ചൂരൽമല പുതിയ വില്ലേജ് റോഡിലെ വീട് ഉരുൾപൊട്ടലിൽ താമസയോഗ്യമല്ലാതായി. വീട്ടുപകരണങ്ങളെല്ലാം നശിച്ചു. കൽപ്പറ്റ നഗരസഭാ പരിധിയിലെ വിനായകയിൽ വാടക വീട്ടിലാണ് നിലവിൽ താമസം. പലായനം ചെയ്യപ്പെട്ടതോടെ മേൽവിലാസവും ഇല്ലാതായി. ഇതോടെ നഗരസഭയിൽ ഓട്ടോറിക്ഷയ്ക്ക് പെർമിറ്റും ലഭിച്ചില്ല. നേരിടുന്ന പ്രധാനപ്പെട്ട പ്രതിസന്ധി എന്താണെന്ന് വെച്ചാൽ ഓട്ടോയുടെ പെർമിറ്റിൻ്റെ കാര്യമാണ്. നമുക്ക് അന്വേഷിച്ചിടത്തോളം ഇപ്പോൾ പെർമിറ്റ് എവിടെയും കൊടുക്കുന്നില്ല എന്നാണ് കേട്ടത്. ഇപ്പോൾ പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഇതെടുത്തത്, പാർട്ട് ടൈം ഓടാൻ. അതുകൊണ്ട് പെർമിറ്റ് കിട്ടിയാൽ ഉപകാരമായിരിക്കും. കാരണം എന്താ വെച്ചാൽ ഈ ഓട്ടോ മേടിക്കാൻ വേണ്ടിയിട്ട് കടവും മേടിച്ച്, പിന്നെ അതുപോലെ തന്നെ കുറേ പേരുടെ സഹായത്തോടു കൂടിയാണ് ഇത് കിട്ടിയത്. ഇപ്പോൾ തിരിച്ച് വീട്ടിൽ മുന്നിലൊന്നും പോകാൻ പറ്റാത്ത അവസ്ഥയാണ്. വീടും കാര്യങ്ങളൊക്കെ നമുക്ക് താമസിക്കാൻ പറ്റാത്തൊരു സ്ഥിതിയിലാണ്. കുടുംബശ്രീയുടെ പ്രത്യാശാ പദ്ധതിയിലൂടെ തിരിച്ചടവില്ലാത്ത ഗ്രാൻഡായി 2 ലക്ഷം രൂപ ഓട്ടോ വാങ്ങാൻ ലഭിച്ചു. അമ്മ ഓമന തൊഴിലുറപ്പ് തൊഴിലാളിയായിരുന്നു. ഉരുൾ തീർത്ത കണ്ണീർ പാത ഓട്ടോയിൽ താണ്ടാനാകുമെന്ന അഭിജിത്ത് കണ്ട സ്വപ്നം സഫലമാകണമെങ്കിൽ ഇനി നഗരസഭ കനിയണം. രതീഷ് കുഞ്ചത്തൂർ, അമൃത ന്യൂസ്, വയനാട്.